ഹലോ ചെങ്കൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ഞാൻ ഇന്ന് ഒരു ഡെസേർട്ട് ഡ്രൈവിന് പോകാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തീരുമാനിച്ച ഒരു കാര്യമാണ്. ഞാനുണ്ട്, നിതിനുണ്ട്, പിന്നെ അപ്പുറത്തെ റൂമിൽ നിന്ന് മുകേഷ് ഏട്ടനും പിന്നെ നമ്പോലിനും അതുപോലെ ബിബിയാട്ടനും എല്ലാവരും ഉണ്ട്. വണ്ടി വന്നിട്ട് ചങ്ങായി കുറേ സമയം പറയുന്നത്. ഇവരെല്ലാം ഇവിടെ ഉണ്ട്. എന്തായാലും ഒന്ന് പോയിട്ട് കാണാം. എല്ലാവരും ഉണ്ട്. നമ്മൾ 4 ആൾ ഇടുന്ന ഇതിനുണ്ട്, അർച്ചനയുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ വീടിന്ന് ഇപ്പം നല്ല പോവുകയാണ്. വണ്ടി അപ്പുറത്തെ കടയുടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ട് മറ്റവരെയും പിക്ക് ചെയ്തിട്ട് കാണാം. അങ്ങനെ നമ്മൾ വണ്ടിയും കാര്യങ്ങളിലെത്തി. ഏതായാലും വണ്ടി കയറാം. എനിക്ക് ഷോർട്ട്സ് അടിച്ചിട്ടുണ്ട്. ഞാൻ പൊട്ടുന്നല്ലേ സ്വയം ഒരാൾ ആദ്യമായിട്ട് പൊട്ടുന്നില്ല ഐഡന്റിറ്റി. അയ്യോ, നമ്മൾ ജസ്റ്റ് ഇറങ്ങി പോകുന്ന വഴിയിൽ ഇനിയിപ്പോ 3 ആളെയല്ലേ പിക്ക് ചെയ്യണ്ട്, കൂട്ടുണ്ട്. 3 ആളെയും കൂടെ കേട്ടണം. അങ്ങനെ നമ്മളെ ബാക്കിയുള്ള ആൾക്കാരും കൂടെ എത്തിയിട്ടുണ്ട്. വണ്ടി വന്നു. ഇപ്പം എന്തായാലും ഇതിൽ പോവാം. ഇവിടുന്ന് എന്തായാലും വണ്ടി സ്റ്റാർട്ടാക്കി. ഇവിടുന്ന് തന്നെ അപ്പുറം ഇനിയിപ്പോ അവിടെ എത്തിയിട്ടില്ല. കാര്യം നോക്കാം നമുക്ക് എന്താണ് അവസ്ഥ. നമ്മ നാട്ടുകാരനല്ലാത്തൊരു ചങ്ങായി ആയതുകൊണ്ട്, പിന്നെ ബിബിയാട്ടൻ മുമ്പിൽ ആക്കിയോണ്ട് പിന്നെ കുഴപ്പമില്ല. വഴിയും കാര്യങ്ങളിലും പറഞ്ഞു കൊടുക്കും. സംഭവം ഏത് തെയ്യണ്ടായി? അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് എന്തോ ഒരു സൈക്കിൾ എന്നാ മുകേഷേട്ടാ, ഇത് സൈക്കിളൊന്നും കാണുന്നില്ല. എന്നിട്ട് സൈക്കിൾ ഫ്രണ്ട് സൈഡിൽ പോകുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അത് കാണുന്നില്ല. ബാക്കിയെല്ലാം ഏകദേശം റോഡെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് പോവുകയാണ്. അങ്ങ് ഫ്രണ്ട് സൈഡിലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് കാണൂല തോന്നുന്നു. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ പോകുന്നുണ്ട്. നല്ല റോഡ് ബ്ലോക്ക് ചെയ്തിട്ടല്ല കേട്ടാ. ഇതിൻ്റെ മുമ്പിലേക്ക് നമ്മളെ ഒരു 4-5 വണ്ടിക്ക് അപ്പുറത്തേക്ക് വണ്ടിയേ പോകുന്നില്ല. ഒരുപാട് പോലീസ് വണ്ടിയും കാര്യങ്ങളിലായി. നമ്മളെ നാട്ടിലെല്ലാം ആണെങ്കിൽ ഇതുപോലെ എങ്ങനെയല്ലേ, സൈക്കിൾ റാലി അങ്ങനെ എന്തോ തന്നെ. ഇല്ല, കാണുന്നില്ലാന്ന്. ഏത് കൊണ്ട് മൊബൈലിൽ കാണിക്കണ്ട. അതാണ് കണ്ടു. അറിയില്ല, പറയാൻ കഴിയില്ല. ഇനി ദുബായ് ഷെയ്ക്കോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും കൊണ്ടുപോകും പറയാൻ കഴിയില്ല. പോട്ട് അല്ല തന്നെ. എന്തായാലും സൈക്കിൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നേരം ഒരു വീഡിയോ ആയിട്ട് വരാം. ഇതുവരെ കട്ടാക്കാം. ഏകദേശം ഒരു 10-15 കിലോമീറ്റർ അവരെ വന്നു തോന്നുന്നു. അതിന് ശേഷം അത് എക്സിറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോയി കേട്ടോ അവർ. ഈ ഇത്ര പോലെ സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഏകദേശം ഫുള്ള് റോഡ് ബ്ലോക്കാക്കി. ഫുള്ള് റോഡ് മൊത്തം ബ്ലോക്കാക്കി. ഇപ്പം തുറന്നുകൊണ്ടു. എന്തായാലും നമ്മൾ അതെല്ലാം കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. വന്നവർ വലിയ ഇവിടെ ഇത് കണക്കത്തെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് വാഷ്റൂമിലെല്ലാം പോയി. പിന്നെ അതേ കണക്കെ ലേസും എല്ലാം ഇതാ 15 ദർഹംസിൻ്റെ ലേസും 5 ദർഹംസിൻ്റെ വെള്ളവും ഇതെല്ലാം മേടിച്ചിട്ട് നേരത്തെ ആർന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ഇപ്പോൾ മുകേഷ് ഏട്ടൻ പറയുമ്പോൾ അത് ഓർമ്മ വരുന്ന വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. പാട്ട് ഓഫാക്കിയോണ്ട് ഇപ്പോൾ ഒരു സമാധാനം. സത്യം കുറേ വണ്ടിയൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ഇതൊന്നും പ്രൈവറ്റ് വണ്ടിയാന്ന് തോന്നുന്നു. ഇതാണെങ്കിൽ ദിവ്യാട്ടന്റെ ചെലവാ. ഞാൻ കൈക്കണ്ട വന്നു. പ്രത്യേകം ഗൈസ്, ഇന്നത്തെ ട്രിപ്പ് സ്പോൺസർ ചെയ്ത് പറഞ്ഞാൽ ബിബിയാട്ടന്റെ ഓളെ പിറന്നാളാൻ പറ്റാന്ന് പോലും 2 മാസം മുമ്പേ കഴിഞ്ഞ. അപ്പൊ അതിന്റെ പാർട്ടിയാന്നാ പറഞ്ഞത്. ചേച്ചി ഈ വീഡിയോ എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ പറഞ്ഞൊക്കെ. ബിബിയാട്ടൻ ഇപ്പം വിളിച്ചിട്ട് ബ്ലോക്ക് ചെയ്തോ. ക്ഷീണം
നോക്കറാ അങ്ങനെ ഏകദേശം ക്യാമ്പിലെത്തിയെന്ന് തോന്നി. ഏത് ക്യാമ്പാന്ന് അറിയില്ല. ഒരുപാട് അപ്പുറം റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലെല്ലാം ഒരുപാട് ക്യാമ്പുണ്ട്. ഇവരേതാ ക്യാമ്പെന്ന് അറിയില്ല. ഈ ഒരു കമ്പനീൻ്റെ ഒരുപാട് വണ്ടികളുണ്ട്. നമ്മളിപ്പോൾ നിലവിലിപ്പം വന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ നമ്മളെ കൊണ്ടാക്കൽ മാത്രമേ ഇല്ലെന്ന് തോന്നുന്നു. ഇതിന് ബാക്കിയുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. മറ്റേ നമ്മളെ ഡെസേർട്ടിൽ കയറണ്ടേ, അതിന് വേറെ വണ്ടിയാണ്. ഇപ്പോൾ ചെറിയൊരു ഓഫ് റോഡിങ്ങിൽ ഇങ്ങനെ പോവുകയാണ്. സഹാറ അമ്യൂസ്മെന്റ് മോൺസ്റ്റർ എക്സ്പീരിയൻസ്. മനസ്സിൽ രണ്ടോട്ടം വായിച്ചിട്ട് വായിച്ചാൽ അതാണ് ഇതാണെന്ന് തോന്നുന്നു. ഇതാണെന്ന് തോന്നുന്നു ഇവരെ ഇത് ക്യാമ്പ്. ഇനിയിപ്പോൾ ഈടുന്ന് ഇപ്പം വേറെ വണ്ടിയിൽ ഇവിടെ നമുക്ക് ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. ഒരുപാട് വണ്ടി ഉണ്ട് കേട്ടോ. അതൊക്കെ ചെയ്തിട്ട് ചായയൊക്കെ കുടിക്കണമെങ്കിൽ അതെല്ലാം കുടിച്ചിട്ട് നമ്മൾ നേരെ മറ്റേ ഡെസേർട്ടിലേക്ക് പോകും വേറൊരു വണ്ടിയിൽ. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ വീടെത്തി. ഓരോന്നോരോന്നേ പുറകേക്ക് ഇറങ്ങലായി. അത് തുറന്നു കൊടുക്കണേ. അതല്ല അടി 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 പറഞ്ഞൊക്കെ പൊളിക്കണ്ട. ഈ ചങ്ങായിയാണ് കേട്ടാ. ബാക്കിലുള്ള ആൾക്കാരെ കാണുന്നില്ല. ഒരുപാട് നാളായിട്ട് വ്ളോഗും കാര്യങ്ങളൊന്നും എടുക്കാത്തതുകൊണ്ട് ഒന്നും പറയാനും കിട്ടുന്നില്ല. ആ ഒരു ഫ്ലോ വരുന്നില്ല ഇതുവരെ. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് കാണാം. ഏകദേശം 1-2 മണിക്കൂറാ 3 മണിക്കൂർ മറ്റേ ഓടിയെന്ന് തോന്നുന്നു. ഒരുപാട് സമയമായി. നമ്മൾ അവിടെ നിന്ന് 2 മണിക്ക് മറ്റേ വന്നിന്. ഇപ്പം ട്രെയിൻ അടിക്കലായി തോന്നുന്നു. ഈ വണ്ടി അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഡെസേർട്ട് ഏരിയയിലെ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളെ വണ്ടിയിൽ നിന്ന് നമ്മ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫീലിംഗ് കിട്ടൂല. മറ്റുള്ള വണ്ടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ഇത് മനസ്സിലാവില്ല. നമ്മ ഒച്ചപ്പാട് ഒരു ജാമ്പോനെ കാലത്തെ മറ്റേ വണ്ടിയെ പറ്റാന്ന് തോന്നുന്നു. ഒച്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി ഒച്ചപ്പാടാണ്. എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉറക്കം തൂങ്ങിയാണൊക്കെ അവസ്ഥയിലേ ഇല്ലത്. ഒരുപാട് സമയം ഏകദേശം ഓടാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂർ 2.5 മണിക്കൂറിന് മുകളിൽ മറ്റേ ഓടാൻ തുടങ്ങിയിട്ട്. ഞാൻ ഏകദേശം എൻ്റെ 4ാമത്തെ വരവാണ്. ഇത്രയും ദൂരം വന്നിട്ട് ഇതുവരെ വന്നിട്ടുണ്ടായില്ല. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഒരു പാക്കേജിൻ്റെ ഇതിൽ വരുന്നതുകൊണ്ട് ഓരോരോ ക്യാമ്പായിരിക്കുമല്ലോ. എന്തായാലും നമുക്ക് നോക്കാടെ എത്തിയിട്ട്. ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ കുറേ വണ്ടി കാണുന്നുണ്ട്. നേരത്തെ നോക്കുമ്പോൾ നമ്മളാകെ ഒരു വണ്ടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വൈതെറ്റിയോന്നല്ല നമ്മ തന്നെ വിചാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. വലിയ ക്യാമ്പാന്ന് തോന്നുന്നു. ഇപ്പൊ ഏകദേശം കുറെ വണ്ടി ഉണ്ട്. അമ്മല്ല അവരാ പറഞ്ഞേ. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നല്ല തിരക്കാണ്. അങ്ങനെ ആടെ വണ്ടിയും വെച്ച് ആടെ നേരെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് നടക്കുകയാണ്. അച്ഛനെ വണ്ടി വണ്ടി കുത്തിയ ചെങ്ങായി നമ്മളെയും കൂട്ടി പോകുന്നുണ്ട്. ഇറങ്ങിയല്ലാന്ന വിചാരം. കന്തൂറിലോട്ട് ആവട്ടെ. എന്തായാലും നോക്കാം. ഇനി വേറെ വണ്ടിയാ ഭഗവാൻ. ഈ വണ്ടി കഴിഞ്ഞ് പോകണ്ടട്ടാ. ക്രൂസറല്ല കേട്ടോ, ഒരു ഫോർച്യൂണറാണ്. അതിലാണ് എനിക്ക് കൊണ്ടുപോകണം. ഇതിലും പാട്ടാണ്, അതുകൊണ്ട് കോപ്പി റൈറ്റ് ആയിരിക്കും മിക്കവാറും. അങ്ങനെ നമ്മളത് അടുത്ത ട്രിപ്പ് ഇവിടുന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. ഞാനിപ്പോ ഫ്രണ്ട് കാണിച്ചിട്ടാ. അതേ എടുക്കാൻ കഴിയും. ദിവ്യയുടെ എങ്ങനെ ഫ്രണ്ട് എടുക്കുന്നത്?
ഏത് സ്റ്റാൻഡ്? ഇത് നാട്ടിലാ പൈൻ്റാ. നമ്മളെ വണ്ടീന്റെ ഇത് ട്രാക്ക് നമുക്ക് മനസ്സിലാവില്ല. എല്ലാം ആഗ്രഹമുണ്ട്, ഒന്നും നടക്കുന്നില്ല. വണ്ടി എന്തിനാ കൊള്ളലൊന്നും അങ്ങനല്ലേ? മോശമില്ല. ഇത് എത്രത്തോളം കാണിച്ചു തരാൻ പറ്റുന്ന അറിയില്ല. കോപ്പിറൈറ്റ് വരാൻ സാധ്യതയില്ലോണ്ട്. അയ്യോ വേറെ വണ്ടി ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പം ഏകദേശം ഇത് എൻജോയ് ചെയ്തിട്ട് ആടെ എത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അന്നങ്ങ് ഉണ്ടെങ്കിൽ. അയ്യോ ഇത് എന്നെ കാണുന്നില്ല, എന്നെ കാണൂല. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആവുന്നില്ല കൈ. ഒരു പ്രാവശ്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവല്ലോ. ഇല്ല അത് എന്തായാലും അവിടെ എത്തും. അത് ആ ട്രാക്ക് മാറ്റി പിന്നെ അന്നേരം കേറുന്നില്ല, നേരെ തിരിച്ചോടിക്കൂടാ. തിരിച്ചോടിച്ചിട്ട് അവരങ്ങോട്ട് പോകും. അങ്ങനെ നമുക്കിപ്പം വെലുമുട്ടി കണ്ടിട്ടാണ് അവര് വേറെ മാറ്റി ഓടിക്കുന്നത്. ഏതാ വണ്ടി വലിഞ്ഞാണ്. അടുത്ത എല്ലാരും കൂടെ സാൻഡ് ബോർഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളത്. മുകേഷ് ചേട്ടൻ നോക്കണം, പക്ഷെ മുകേഷ കാണുന്നില്ല. മുകേഷ് ചേട്ടാ നല്ല ഇതായതുകൊണ്ട് ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വരുന്ന അത്ര ഇതാ. പാടാട്ടത് കയറാൻ. തിരിച്ചു കയറിക്കോ. ഇല്ല സ്പീഡിലൊന്നിക്കോടാ. അതിന് തിരിച്ചു കയറിക്കോ. ആ സാധനം എടുക്കണം കേട്ടോ വരുമ്പോ. പോട്ടെ എന്നോ ഞാൻ വരുന്നില്ല. ഞാൻ പോവില്ല. ഗൈസ് അങ്ങനെ ഡെസേർട്ടിലെ ആ ഡ്രൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നേ. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് നേരെ വീണ്ടും ക്യാമ്പിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് കൊണ്ടിറക്കിയിട്ട് ആ വണ്ടിക്കാരൻ പോയി. ഇപ്പോൾ വേറൊരു വണ്ടിക്കാരനാണ്. ഈടിപ്പോൾ ക്യാമലുണ്ട്, പിന്നെ അതുപോലെ ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വണ്ടീൻ്റെ പേരെന്താ പറയുക അറിയില്ല ഗൈസ്. ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് അടിച്ചാണേ. വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൽ കയറുന്നവരെല്ലാം താല്പര്യമുള്ളവരുടെ ഇതിൽ കയറും. ഇന്ന് ക്യാമലിൻ്റെ വീഡിയോ എടുക്കുന്ന രണ്ടാളുണ്ട്. ഞാൻ ചാരോട് മുകേഷ് സാറിനോട് പോകും.
എന്നാ പിന്നെ ആനപ്പുറത്ത് കയറുന്നാരോ. ഇതൊക്കെ ഒട്ടകം ഒട്ടകം ക്യാമൽ ക്യാമൽ ക്യാമൽ. ആ ഇതേതാ കുഞ്ഞ ഇങ്ങോട്ട് ഇങ്ങോട്ട് കുഞ്ഞെങ്ങോട്ടെ. ഇല്ല ഇല്ല ഇല്ല, അത് നമ്മ ഇരുന്നതിന് പ്രശ്നമാണ്. ആള് ടിക്ടോക്കെല്ലാം ചെയ്യുന്നുണ്ട് വേക്കുന്നു. അതിന് ഫോട്ടോ ഇടുന്നിട്ടില്ല. ആ ഫോട്ടോ ഇടുന്നിട്ടില്ലേക്കറാ ഫോട്ടോ. സെലിബ്രിറ്റീസിന്റെ കൂടെ കഴിച്ച് അങ്ങനെ ക്യാമൽ റൈഡൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നേടി അടുത്ത എന്തെങ്കിലും സ്ഥലത്തേക്ക് പോകുമെന്ന് എല്ലാവരും ചെയ്തു. സംഭവം പിന്നെ മുകേഷ് ചേട്ടനും ചെയ്തിട്ടുണ്ടായില്ല. ബിബിയാട്ടൻ നല്ല മാസം ഉണ്ടായി. ഇനി നേരെ അടുത്ത സ്ഥലത്തേക്ക് നല്ല അസ്തമന സൂര്യൻ്റെ ആ ഒരു ഭംഗി നോക്കിയ കൈസ്. അങ്ങനെ നമ്മൾ ഈ ക്യാമ്പിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണേ. ക്യാമ്പിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ ടീ കൗണ്ടർ കണക്കെ ഒന്ന് കാണുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ അലൗഡ് ആണോ എന്നുള്ള കാര്യം അറിയില്ല, ഇതെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മൾ ഇല്ല പോലെ നിങ്ങളെ കാണിച്ചു തരാം. വലിയൊരു സ്റ്റേജും കാര്യങ്ങളിലുണ്ട് കേട്ടോ. ഒരുപാട് ഇതില്ല. ഞാൻ ഇതുവരെ ഇത്രയും വലിയൊരു ഇതിൽ വന്നിട്ടുണ്ടായിട്ടില്ല, ക്യാമ്പിൽ വന്നിട്ടുണ്ടായിട്ടില്ല. ഇതൊരു വലിയ ക്യാമ്പാണ്. ഒരുപാട് ഏരിയയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്കിത് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമെല്ലാം കിട്ടിയിട്ടുണ്ട്. വാഷ്റൂമും കാര്യങ്ങളിലും പോകാനുള്ളവരൊക്കെ പോവാം. അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ വന്നിട്ടിരിക്കുക. പരിപാടിയും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല ഇതുവരെ. കുറേ നേരത്തിന് ശേഷം എനിക്ക് ഫോൺ കൈമാറിയിട്ടുണ്ട്. ഇതവിടെ ശീശ വലിയല്ലാന്ന് നിധിയേട്ടനും ബിബിയേട്ടനും കൂടെ. ഒരാളിവിടെ വെള്ളം കുടിച്ചിരിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർ ആയിട്ടുണ്ട്. നമ്മളെ ഫുഡ് സ്റ്റേഷനും കാര്യങ്ങളൊന്നും കൗണ്ടേഴ്സൊന്നും ഓപ്പൺ ആയിട്ടില്ല. എന്തായാലും നല്ല വ്യൂ ഉണ്ട് കേട്ടോ. എല്ലാവരും ഇവിടെ കുത്തിയിരിക്കുന്നുണ്ട്. ആ വരും. നിധിയായിട്ട് ശീശ വലിക്കുന്നത് വ്ലോഗിൽ ഉൾപ്പെടുത്തണം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇതാ നെവർ. ആ പുക ഇങ്ങ് വരണോ? സൈഡിലേക്കൂടാ കൊറേ എടുക്ക്. കൊറേ വലിച്ചു കയറ്റി. ആ എന്നേ ഞാൻ എവിടെയൊക്കെയോ എന്നുള്ളത് നോക്കിയിരിക്കുന്നു. ഞാൻ എടുത്തരാം. ഒന്ന് ആശ്വതി ബെരിക്കട്ടെ. അതോടുകൂടി അപ്പം അങ്ങനെ നമ്മളവിടെ ഇരുന്നിട്ട് ചായേൻ്റെ കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നു. ഏട്ടൻ ആദ്യം തന്നെ ക്യൂവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ സെക്കൻഡറി വന്നതാണ്. ഇനി ഇവിടുന്നൊരു ചായ വാങ്ങണം. ബാക്കി എല്ലാവരെല്ലാം ബേക്കിൽ ക്യൂവിലുണ്ട്.
അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ ക്യൂ നോക്കാം. 3 ആയി. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു കണക്ക് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ 1000-ൽ മുകളിൽ ആൾക്കാർ എന്തായാലും ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുണ്ടാവും. ഇവിടെ നമുക്ക് ഏത് വേണമെങ്കിലും കോഫി ഏത് വേണമെങ്കിലും എടുക്കാൻ തോന്നും കേട്ടോ. ആയിട്ട് രണ്ടെണ്ണം എടുത്തോ, ഞാൻ രണ്ടെണ്ണം എടുക്കാം. അങ്ങനെ ഒരു ചായയും മറ്റല്ല ചായല്ല, ഞാൻ കട്ടൻ കോപ്പി എടുത്തിന്. പിന്നെ ഇവർക്ക് ചായ സമൂസയെല്ലാം തിന്നുന്ന ഒരു സമൂസ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ വന്നു. എന്തൊക്കെയോ ആയിട്ട് കുറച്ച് അതും ഇതെല്ലാം ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഇന്നത്തെ ടൂറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് നേരെ റോഡ് ക്രോസ് ചെയ്തിട്ട് നമ്മളെ വണ്ടിക്കാരന് ഇവിടെ ഇറക്കി. ഇവിടെ മതി എന്ന് പറഞ്ഞിട്ടാണ്, എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആയതുകൊണ്ട് ഇവിടെ മതി പറഞ്ഞു ഇറക്കി. ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. ഇവരെ സ്ഥലത്ത് DIP-യിൽ കൊണ്ടാക്കണം. എല്ലാവർക്കും തണുക്കുന്ന പോലും. അപ്പം എന്തായാലും വലിയ കാര്യമായിട്ട് ഈ വീഡിയോയിലൊന്നും ഇല്ലയെന്ന് അറിയാം. എന്നാലും എന്തൊക്കെയോ തട്ടിക്കൂട്ട് വീഡിയോ ആയിട്ട് ഇനി അടുത്തത് കണ്ടുമുട്ടാം. നല്ലൊരു വീഡിയോ ആയിട്ട് എപ്പോൾ അങ്ങനെ പറയലടാ. ഇപ്പൊ ലൈറ്റും കാര്യങ്ങളെല്ലാം പോയി. വണക്കം അല്ല വണക്കം തന്നെയാ പറയാ. ഓക്കെ എന്നാ ബൈ ബൈ.